അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബൈ ബൈ ടു ബറാട്ട് ഫോർ ഗിവിങ് എസ് എ വണ്ടർഫുൾ നൈറ്റ്. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുവാണ്. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ചീസ് സംതിങ് എന്തുകൊണ്ട്, മുട്ട, പിന്നെ കുക്കുംബർ, സ്മോൾ ടൊമാറ്റോ. ഈ സ്മോൾ ടൊമാറ്റോ ഇവിടെ തന്നെ വളരുന്നതാണ് കേട്ടോ. മുകളിൽ പുള്ളിക്കാരത്തി ഇതിൻ്റെ ഓണർ ഞങ്ങൾക്ക് ഇന്നലെ കൊണ്ടൊരു ടൂറൊക്കെ നടത്തിയപ്പോഴേ കാണിച്ചിരുന്നു. ചെറിയ തക്കാളിയൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. പിന്നെ പെപ്പറാണെന്ന് തോന്നുന്നു സൈഡിൽ വെച്ചേക്കുന്നത്. പിന്നെ വാട്ടർമെലൺ. പിന്നെ വന്നത് വീറ്റ് ബ്രെഡാണെന്ന് തോന്നുന്നു. അതെ, വീറ്റ് ബ്രെഡ് തന്നെ. പിന്നെ വന്നു ജ്യൂസ്, പിന്നെ എണ്ണ, പിന്നെ വെള്ളം. എണ്ണ എന്തിനാണ് വന്നതെന്ന് അറിയത്തില്ല, പക്ഷെ എന്തിനാ വന്നു. പിന്നെയും വന്നു, എന്താണെന്ന് അറിയില്ല, വന്നു. അപ്പം നമുക്ക് ഷാപ്പിടാം. ദിസ് ഈസ് ഷാപ്പാട് ടൈം. നാട്ടിലുണ്ടാക്കുന്ന പോലൊരു മുട്ട തന്നെ, അതുപോലെ പൊരിച്ച് വെച്ചേക്കുക. പക്ഷെ അതെ, ബട്ടറും ജ്യൂസും സംതിങ് എന്തോ ഇട്ട് നന്നായിട്ട് കുളിപ്പിച്ചെടുത്തേക്കുക. എങ്ങനെയുണ്ട് ജ്യൂസ്? ഡിഫറെന്റ് ഫ്രൂട്ടാണ്. എന്ത് ഫ്രൂട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓറഞ്ചും പേരയ്ക്കൊക്കെ കൂടെ കലർന്ന പോലത്തെ ഒരു ടേസ്റ്റ്. എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയത്തില്ല, പക്ഷെ കഴിക്കാൻ അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ബ്രെഡ് ഇതിലൊന്ന് മുക്കി നോക്കി കഴിച്ചു. പൊളിയായിരുന്നു. സൈഡിൽ വെച്ച് ഡ്രൈഡ് ഗ്രേപ്പ് ഡിപ്ഡ് ഇൻ ഹണി. ജാം കഴിക്കുന്ന പോലെയുണ്ട്. ബ്രെഡിന് ജാം കഴിച്ച് കഴിക്കുന്ന പോലെയുണ്ട്. പിന്നെ ഒരു എസ്പ്രസ്സോ കൂടെ കിട്ടിയിട്ടുണ്ട്. കോഫി. ലെറ്റ്സ് ഹാവ് ഇറ്റ്. ഞാനും കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എനർജി ആയിരിക്കും. ഭയങ്കര എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ലൈക്ക് ഒരു റെഡ് ബുള്ളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക്, എനിക്ക് പാൽപിറ്റേഷൻസ് ഒക്കെ വരും റെഡ് ബുള്ളൊക്കെ കുടിക്കുമ്പോഴത്തേക്കും. പക്ഷെ നല്ല എനർജിയും വരും. അടിപൊളി. കുടിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് കുടിച്ചത് രാത്രി നേരത്തെ ഉറക്കം വരാൻ ലേറ്റായി. പക്ഷെ ഇന്നലെ ടയർഡായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ഉറങ്ങി. സോ ഇന്ന് കുടിക്കുവാന്ന്. സോ ഇന്നത്തെ ഹോളിഡേ പൊളിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന വഴിക്ക് ഇത്രയും നേരം നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു സാധനം നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. നല്ല നാരങ്ങ, പൊളി നാരങ്ങ പഞ്ചായിട്ടൊക്കെ കിടക്കുക. ഇതാണ് ഇവിടുത്തെ ഓണർ അമ്മച്ചി. പുള്ളിക്കാരത്തി അവരുടെ തോട്ടത്തിലുണ്ടായിരുന്ന ഫ്രണ്ടിലെ ഗാർഡനിലുള്ള ആ പൂവെടുത്ത് വെച്ചു കൊടുക്കുവാണ്. നല്ല പുള്ളിക്കാരത്തിയാണ്. അപ്പോൾ നമ്മൾ ഇനി ബറാട്ട് കാസ്റ്റിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്നൊരു 10 മിനിറ്റ്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 മിനിറ്റ്. നമ്മൾ ഇന്നലെ പാലമൊക്കെ കണ്ട സ്ഥലം, ഇന്നലെ ഈവനിങ് നമ്മൾ പാലം കണ്ട സ്ഥലം, അവിടെ നിന്നൊരു 10 മിനിറ്റ് ബറാട്ട് കാസ്റ്റിലോട്ട്. നല്ല സണ്ണി ഡേ ആണ്. ഓൾമോസ്റ്റ് ലൈക്ക് 29 ഡിഗ്രീസ് ഇപ്പം തന്നെ. ഇപ്പോൾ രാവിലെ 11 മണിയായി. 29 ഡിഗ്രീസ്. ഇവിടെ സൂര്യപ്രകാശം വന്നു തുടങ്ങിയത് 5:30-ക്കാണ്. 20 ഡിഗ്രീസിൽ നിന്നാണ് സ്റ്റാർട്ട് ആയത്. ഇപ്പോൾ 29 ഡിഗ്രീസ്, ഓൾമോസ്റ്റ് 29 ഡിഗ്രീസ് ആയി എത്തി നിൽക്കുവാണ്. 11 മണി. അപ്പം ബറാട്ട് കാസ്റ്റിലോട്ട് പോവുകയാണ്. ആ കാസ്റ്റിനകത്ത് തന്നെയാണ് ആൾക്കാരൊക്കെ താമസിക്കുന്നത്. കാസ്റ്റിനകത്തും ആൾക്കാർ താമസിക്കുന്നുണ്ട്. യുനെസ്കോ സംരക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഇപ്പം അങ്ങോട്ടാണ് പോകുന്നത്. നോ ടു ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യരുത്. വേസ് യൂസ് ചെയ്യുക മാക്സിമം. നമ്മൾ ആദ്യം ഗൂഗിൾ മാപ്പ് നമുക്കൊരു വഴി പറഞ്ഞു തന്നു. ഒരു ഇടുങ്ങിയ വഴിയാണ്. ഇടുങ്ങിയ വഴി കൂടി മല കയറുക. നമ്മൾ മുകളിൽ എത്താറായപ്പോഴത്തേക്കും അവിടെ സ്റ്റക്കായിപ്പോയി. തിരിച്ച് അവിടുത്തെ നാട്ടുകാരിറങ്ങി വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു. തിരിച്ച് താഴോട്ട് ഇറങ്ങി വേറൊരു വഴി കണ്ടുപിടിച്ച് അതുവഴി പോകുന്നതാണ് ഈ മനോഹരമായ വഴി. സോ നോ ടു ഗൂഗിൾ മാപ്പ്. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയപ്പോൾ ഈ പാവം വെച്ച് എന്തിനാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഓടുന്നതെന്നുണ്ടോ? പാർക്കിങ്ങിനാണ്. പ്രൈവറ്റ് പാർക്കിംഗ് ആണ്. സോ പെർ ഡേ 300 അൽബേനിയൻ ലെക്ക ആണ്. അല്ലെന്നുണ്ടെങ്കിൽ 3 യൂറോസ് ആണ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
നമ്മൾ കാസ്റ്റലിലോട്ട് പോവുകയാണ്. നല്ല ചറുക്കുന്ന കല്ലാണ് കേട്ടോ. നല്ല ഗ്ലേസിങ്ങിൽ നല്ല സൂര്യപ്രകാശമൊക്കെ അടിച്ച് തിളങ്ങിയും കിടക്കുക. ചറുക്കി കഴിഞ്ഞാൽ വഴുക്കുന്നുണ്ട്, ചറുക്കി കഴിഞ്ഞാൽ അതങ്ങ് പോവും. ഇവിടെ സുവനീഴ്സ് ഒക്കെ ഇരിപ്പുണ്ട്. അടുത്തൊരു മർച്ചന്റ്. മർച്ചൻസ് ഒക്കെ തന്നെയാണ് ഇവിടെ. മുകളിൽ അങ്ങനെയുള്ള സ്ഥലമൊക്കെയാണ്. അതിൽ നമുക്ക് ഇതിന്റെ മുകളിൽ കയറി നോക്കാം എന്താണ്. ഒപ്പോ ഇപ്പൊ വീണത് എന്താണ് ഇവിടെ ഉള്ളത് നോക്കിയാൽ നോക്കാം. തുടക്കമേ ശരിയല്ല, ബട്ട് എനിവേസ് wow, amazing. Hey, ഇന്നത്തെ രാജാക്കന്മാർ പൊട്ടിച്ച കുതിരയായിരിക്കണം. ഇപ്പൊ രാജാവർണ്ണം ഇല്ലാത്തതുകൊണ്ടേ. അയ്യോ, ഇങ്ങോട്ടൊക്കെ കുറേ ഉണ്ട്. ഇതിൻ്റെ അകത്തും പറയുമല്ലോ, ഇതിൻ്റെ അകത്തും ആൾതാമസമൊക്കെ ഉണ്ട്. കാസ്റ്റൽ വാൾസിൻ്റെ അകത്ത് വീടുകളും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ. നൈസ്. അങ്ങനത്തെ ബാൽക്കൺ. പീരങ്കിയുടെ അവശേഷിപ്പ് ബാക്ക് സൈഡ്. ഇത് ഫോർട്ടിൻ്റെ ഈ ടോട്ടൽ മതിലിൻ്റെ വാച്ച് ടവേഴ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പുതിയ അവിടെ ഒരു വാച്ച് ടവർ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു വാച്ച് ടവറിലാണ്. ഇവരിവിടെ നിന്ന് എന്താണ് വാച്ച് ചെയ്യുന്നത് നോക്കണ്ടേ. അടിപൊളി. ഈ സ്ഥലത്തിൻ്റെ അങ്ങോട്ട് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ അടിയിൽ കയറി വരുന്നത് ഇങ്ങോട്ടേക്ക് എത്തിട്ട് ആരൊക്കെ കയറി വരുന്നു, വെളിയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ, ഫുള്ള് ഇവിടെ കിടന്ന് വാച്ച് ചെയ്യാം. പണ്ടത്തെ പടന്മാരുടെയൊക്കെ ഒരു ലക്കേ ഏത് ആ വ്യൂവും കണ്ടൊക്കെ കിടക്കാം. അതൊക്കെ ബാക്കിലോട്ട് ഇറങ്ങാം. സെയിം അതേപോലെ ഒരു വാച്ച് ടവർ, മീൻസ് കിടക്കേണ്ട ഹോൾ ഇവിടെയുണ്ട്. അടിപൊളി. ഇതിന് മുകളിലോട്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇടിഞ്ഞു പൊടിഞ്ഞു പോയി കാണണം. അപ്പോൾ നമുക്ക് താഴോട്ടിറങ്ങാം. എൻ്റെ പതിവൃത്തെ ഇവിടെ എൻ്റെ പ്രിയതമ നിൽക്കുന്നു. വെയിലുകൊണ്ട് അവിടെ തീർന്നിക്കുക. അങ്ങനെ നടക്കുമ്പോൾ അടുത്തൊരു പീരങ്കി. തൊട്ട് നോക്കിയാലോ, ചെളിയിലാണ്, എന്തായാലും ചൂട് കാണും. വലിയ ചൂടില്ല. ആടുന്നൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ അമ്മിക്കുളവി പോലെ, അമ്മിയും കുളവി അതുപോലെ കൊള്ളാം അല്ലേ? ഉറപ്പായിട്ടും ഇവിടെ ചറുക്കും, നല്ല രീതിക്ക് ചറുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വെയിലൊക്കെ അടിച്ച് നല്ല മിനുസമുള്ള എത്രയോ പേര് നടന്ന് കഴുകി, ഐ മീൻ അങ്ങനെ സ്മൂത്തായ സാധനമാണിത്. അതുകൊണ്ട് കൊള്ളാം. നാട്ടിലെ പോലത്തെ ഹീറ്റർ സിസ്റ്റം സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നത്. ഞാൻ കണ്ടിട്ട് മാത്രമേ എൻ്റെ യൂസൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അറിയാമെന്നുള്ളവർ പ്ലീസ് പറയാം. സുവനീസ് ആൻഡ് റക്സ്. ഇവിടെ അൽബേനിയയുടെ മെയിൻ സംഭവങ്ങളെന്ന് പറയുന്നത്, മെയിനായിട്ട് നമുക്ക് നാട്ടിൽ തേയില അതിതൊക്കെ ഉള്ള പോലെ ഇവിടുത്തെ മെയിൻ സംഭവങ്ങളാണ് ഈ റക്സ് കാര്യങ്ങളൊക്കെ. സിൽവർ റക്സ് ഇതൊക്കെ. ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അഗാധമായ താഴോട്ട് കാണാം. താഴ്വാരത്തിരിക്കുന്ന സിറ്റി, ബറാത്ത് സിറ്റി. പിന്നെ ചുറ്റിനും
മലനിര, ബാൽക്കൻസ്. That's amazing. ഇതാണ് ഇവരുടെ ചർച്ച് ഓഫ് ഇവാഞ്ചലിസ്റ്റ്. അത് നമുക്ക് ഈ വഴി പോകുമ്പോൾ ഇന്നലെയായിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത് ബറാട്ട് കാസ്റ്റിൽ. പക്ഷേ നമ്മൾ ട്രാവലിങ്ങിൻ്റെയൊക്കെ ടയർഡ് കാരണം ഇന്നലെ നേരെ കിടന്ന് ഉറങ്ങി. നമ്മൾ ഹാഫ് വേ ത്രൂ ആയി. പക്ഷെ നമ്മളിവിടെ വരാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കുറച്ചൊന്നുമല്ല, ഒരു 10 മിനിറ്റിൻ്റെ ഡിലേ ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു റൂട്ടാണ് ആദ്യം പോയത്. അത് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോയത്. അൽബേനിയൻ എയർപോർട്ടിൽ വെച്ച് നമ്മൾ വണ്ടി എടുക്കാൻ പോയ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു, അവിടെ ആ കമ്പനിയിൽ നിന്ന് ആൾ പറഞ്ഞായിരുന്നു ഇവിടെ വൈസ് യൂസ് ചെയ്യണമെന്ന്. വെയ്സ് യൂസ് ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ വെയ്സ് അല്ല യൂസ് ചെയ്തത്. ഞാനത് യൂസ് ചെയ്ത് പരിചയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് തന്നെയാണ് റിലേ ചെയ്തത്. പക്ഷേ ആരും ആ മിസ്റ്റേക്ക് ചെയ്യരുത്. ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഇവിടെ വന്നു. ഇപ്പം ബറാട്ട് ലാസ്റ്റ് വിസിറ്റ് കാസ്റ്റിൽ ചെയ്തിട്ട് നമ്മൾ ഇനി പോകുന്നത് ഗ്രോഗ്രാസ്റ്റഗ്രാ സംതിങ് എന്തോ പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അവിടെ പോയിട്ട് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ. ഇല്ല, അയ്യ, ഇത്ര നേരം നിങ്ങൾ ആരോ കിതയ്ക്കുന്നത് കേട്ടായിരുന്നോ? ഞാൻ തന്നെ. നമ്മളിപ്പോൾ ബറാട്ട് കാസിലിൻ്റെ ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് താഴെ നോക്കുമ്പോൾ ചെറിയ കുന്നുപോലെ തോന്നത്തുള്ളൂ. പക്ഷേ കടലിൽ നിന്ന് ഓൾമോസ്റ്റ് 214 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടം വരെ നമ്മൾ കയറി വന്നു. തിരിച്ചിറങ്ങാൻ ഇനി എൻ്റെ 2 കാലും കൂടെ വരത്തില്ലെന്നാണല്ലോ പറയുന്നത്. നമ്മളിപ്പോൾ ഒസും നദിയാണ് താഴെ കാണുന്നത്. ഈ നദിയും ഇതിൻ്റെ സൈഡിലുള്ള ഈ വീടുകളും കണ്ടോ? ഈ വീടുകൾ കാരണമാണ് ഈ സിറ്റിക്ക് 1000 ജനാലകളുള്ള നഗരം എന്നുള്ള പേര് വന്നത്. സിറ്റി ഓഫ് 1000 വിൻഡോസ്, ബറാട്ട്. ഒന്ന് ആലോചിക്കുക, ഇത് 2000 വർഷം മുന്നേ കെട്ടിയ സ്ഥലമാണ്. നമ്മൾ അവിടെ ഇപ്പോൾ നിൽക്കുന്നു, ഈ വ്യൂസ് കാണുന്നു. അപ്പോൾ 2000 വർഷം മുന്നേ ഇവിടെ നിന്നവർ എന്തൊക്കെയായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക? എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്? വൗ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഒരു ബോട്ടിൽ വെള്ളം എടുക്കുക. ഫോണിൽ മാക്സിമം ചാർജ് വയ്ക്കുക. ഇഷ്ടംപോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. ഫോർട്ടിൻ്റെ അകത്തുള്ള നമ്മൾ നേരത്തെ വന്നത് സൈഡ് വാക്സ് എന്ന് പറയുമ്പോൾ വോളിൻ്റെ കൂട്ടത്തിൽ തന്നെ സൈഡിൽ തന്നെ ഉള്ള വാക്കാണ്. ഇത് ഫോർട്ടിൻ്റെ കുറച്ചുകൂടെ നമ്മുടെ പണ്ടത്തെ കാലത്തെ സിറ്റിയുടെ സൈഡിലുള്ള വഴികൾ, മീൻസ് വീടുകൾക്ക് തൊട്ടടുത്തുള്ള വഴികളിലൂടെ നടക്കുന്ന പോലത്തെ സീനാണ്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടുക്കിടുക്കെന്നൊക്കെ പറയും. അപ്പോൾ അവിടെ കൂടെ നടക്കുന്ന പോലത്തെ സീൻ. കാസ്റ്റിനകത്ത് തന്നെയാണ് സൈഡിൽ വീടുകളും കടകളൊക്കെ. കുറച്ചുകൂടെ ടൂറിസ്റ്റുകൾ കണ്ടിന്യൂസ്ലി വരുന്ന ഫോർട്ടിൻ്റെ വോളിൻ്റെ സൈഡിലായിരുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ വലുതായിട്ട് ആരും വരുന്നില്ല. കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ആൾക്കാർ താമസമൊക്കെ ഉണ്ട്. കാണാൻ മുകളിലെന്തൊക്കെ താമസമുള്ളത് റക്സും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതാണ് അല്ലാത്ത വഴികൾ. പണ്ടത്തെ സീവേജ് സിസ്റ്റം വരുന്ന വഴിയിൽ നിറയെ കണ്ടു കേട്ടോ. ഇപ്പോഴും വർക്കിംഗ് ആണ്. പിന്നെ നല്ല ചൂടായതുകൊണ്ട് ഒന്നും നോക്കിയില്ല, 2 ഐസ്ക്രീം വാങ്ങിച്ചു. ഒരു ഐസ്ക്രീമിന് 300 ലെക്കാണ്, അൽബേനിയൻ ലെക്ക്. 3 യൂറോ, അല്ലെന്നുണ്ടെങ്കിൽ 2.5 പൗണ്ട് ഓർ 300 INR.
അപ്പോൾ നമ്മൾ ബെറാട്ട് കാസ്റ്റിലും വ്യൂസും ഒക്കെ കണ്ടിട്ട് നമ്മളിനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇന്നൊരു ബിഗ് ഡേ ആയതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നത് കാരണം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ സെക്കൻഡ് പാർട്ടിൽ കാണാം.